ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സബ്ജക്റ്റാണ് ഇവിടെ എടുക്കുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺട്രോൾസ്, IT കൺട്രോൾസ്. ഫസ്റ്റ് നമുക്ക് കൺട്രോൾ എന്താ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ എക്സാമ്പിൾ എടുക്കാം. അതായത് നമുക്കിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സാം പാസ്സാകണം. എക്സാം പാസ്സാകുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എല്ലാ ഇവൻറ്റ്സും മാറ്റിവെക്കണം. അതായത് മാക്സിമം സോഷ്യൽ മീഡിയാസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള എൻജോയ്മെൻറ്റ്, നമ്മൾ കൂടുതലും സ്റ്റഡി ഫോക്കസ് ചെയ്തിരിക്കണം. സോ ഇങ്ങനെ നമ്മുടേതായ കുറച്ച് ലിമിറ്റ്സ് കൊണ്ടുവന്ന് കൂടുതൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഈ സെയിം തന്നെയാണ് ബിസിനസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും. അതായത് അവിടുത്തെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ അൺഡിസൈഡ് ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ തടയുന്നതിനോ ശരിയാക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള പോളിസീസ്, പ്രാക്ടീസസ്, പ്രൊസീജിയേഴ്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ ഈസ് ഡിഫൈൻഡ് ആസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ that are designed to provide reasonable assurance that business objectives are achieved and undesired events are prevented or detected and corrected. Based on the mode of implementation, these controls can be manual, automated or semi-automated. മോഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ബേസിസിൽ കൺട്രോൾസിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: മാനുവൽ, ഓട്ടോമേറ്റഡ്, സെമി ഓട്ടോമേറ്റഡ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് ടു പേ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. പർച്ചേസ് ടു പേ പ്രോസസ്സിനെ പ്രൊക്യൂർ ടു പേ പ്രോസസ്സ് എന്നും പറയുന്നു. ഒരു എംപ്ലോയിക്ക് ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സെയിൽസ് ആകാം, മാർക്കറ്റിംഗ് ആകാം, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആവശ്യമുള്ളത് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ. ഇത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു പർച്ചേസ് റിക്വസിഷൻ ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുമ്പോൾ എന്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ റിക്വസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി, കോസ്റ്റ്, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. സോ റിക്വസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ സബ്മിറ്റ് ചെയ്ത പർച്ചേസ് റിക്വസിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫീസേഴ്സ് റിവ്യൂ ചെയ്യുന്നു. പർച്ചേസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകിൽ അപ്രൂവറിന് ഇത് അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഈ പർച്ചേസ് റിക്വസിഷൻ അപ്രൂവ് ചെയ്യുന്നു എങ്കിൽ പിന്നീട് പർച്ചേസ് ഓർഡർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പർച്ചേസ് ഓർഡർ അപ്രൂവലിന് അയക്കുകയും അപ്രൂവ് ചെയ്തതിനു ശേഷം പർച്ചേസ് ഓർഡർ വെൻഡർക്ക് അയക്കുകയും ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ വെൻഡർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ഇതിനെല്ലാം ശേഷം ഗുഡ്സ് സപ്ലയർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ബയ്യർ ആ ഡെലിവർ ചെയ്ത ഗുഡ്സ് പർച്ചേസ് ഓർഡർ അനുസരിച്ചാണോ തന്നിരിക്കുന്നത് എന്നെല്ലാം ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു. റിസീവ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ ബേസിൽ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് മാനുവലി റേസ് ചെയ്യുകയും അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സപ്ലൈ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് ഗുഡ്സിൻ്റെ ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും ഡെലിവറിങ് ടൈം ആയാലും അങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും നോക്കി സപ്ലൈൻ്റെ പെർഫോമൻസ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം വെൻഡർ ഇൻവോയ്സ് ആണെങ്കിൽ അക്കൗണ്ട് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നു. വെൻഡർ ഇൻവോയ്സും പർച്ചേസ് ഓർഡറും ഗുഡ്സ് റെസിപ്റ്റ് നോട്ടും തമ്മിൽ ചെക്ക് ചെയ്യുന്നു. ഓർഡർ ചെയ്ത ഗുഡ്സ് നെഗോഷിയേറ്റഡ് പ്രൈസിലാണോ ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വെൻഡർ ഇൻവോയ്സ് പർച്ചേസ് ഓർഡറുമായി ചെക്ക് ചെയ്യുകയും ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റിയിലാണോ ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വെൻഡർ ഇൻവോയ്സ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ടുമായി ചെക്ക് ചെയ്യുന്നു. വെൻഡർ ഇൻവോയ്സും പർച്ചേസ് ഓർഡറും ഗുഡ്സ് റെസിപ്റ്റ് നോട്ടും ചെക്ക് ചെയ്തിട്ട് ഇവിടെ യാതൊരുവിധ മിസ്മാച്ചും ഇല്ല എങ്കിൽ ഇൻവോയ്സ് അപ്രൂവ് ചെയ്യുകയും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫൈനാൻസ് ടീമിലേക്ക് ഇൻവോയ്സ് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്രൂവ്ഡ് ഇൻവോയ്സ് കിട്ടിയാൽ ഉടൻ തന്നെ ഫൈനാൻസ് ടീം വെൻഡർക്ക് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു. ഇതാണ് പർച്ചേസ് ടു പേ പ്രോസസ്സിൽ നടക്കുന്നത്. ഫസ്റ്റ് ഐഡൻറ്റിഫൈ നീഡ്സ്, ക്രിയേറ്റ് റിക്വസിഷൻ അപ്രൂവൽ, ക്രിയേറ്റ് എ പർച്ചേസ് ഓർഡർ ഓർ സ്പോട്ട് ബൈ, പർച്ചേസ് ഓർഡർ അപ്രൂവൽ, ഗുഡ്സ് റെസിപ്റ്റ്, സപ്ലയർ പെർഫോമൻസ്, ഇൻവോയ്സ് അപ്രൂവൽ, വെൻഡർ പേയ്മെൻറ്റ്. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ പർച്ചേസ് ടു പേ പ്രോസസ്സിൽ പറഞ്ഞു കഴിഞ്ഞത്. നമ്മൾ പറഞ്ഞു മോഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ബേസിൽ കൺട്രോൾസിനെ മാനുവൽ എന്നും ഓട്ടോമേറ്റഡ് എന്നും സെമി ഓട്ടോമേറ്റഡ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്.
ഇവിടെ പർച്ചേസ് ഓർഡർ അനുസരിച്ചാണ് ഓർഡർ ചെയ്ത ഗുഡ്സ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പർച്ചേസ് ഓർഡറിലെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമാണോ വെൻഡർ ഇൻവോയ്സിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാ കാര്യങ്ങളും നോക്കുന്നത് മാനുവലി ആയിരിക്കും. അതാണ് മാനുവൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പർച്ചേസ് ഓർഡർ ആയാലും റെസിപ്റ്റ് ഇൻഫർമേഷൻ ആയാലും ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആയാലും ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് ഓട്ടോമേറ്റഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി സെമി ഓട്ടോമേറ്റഡ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് പർച്ചേസ് ഓർഡറുമായി വെരിഫൈ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ആയിരിക്കും. പക്ഷേ റിക്കൺസിലേഷൻ പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ വെൻഡർ ഇൻവോയ്സ് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് മാനുവലി ആയിരിക്കും. ഇതാണ് സെമി ഓട്ടോമേറ്റഡ് പ്രോസസ്സിൽ പറയുന്നത്. സോ ഇതാണ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ അൺഡിസൈഡ് ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനോ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതിനോ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ബേസിൽ കൺട്രോൾസിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മാനുവൽ, ഓട്ടോമേറ്റഡ്, സെമി ഓട്ടോമേറ്റഡ്. അടുത്തതാണ് IT കൺട്രോൾസ്. മീനിങ്: കൺട്രോൾസ് ഇംപ്ലിമെൻറ്റഡ് ടു മിറ്റിഗേറ്റ് IT റിലേറ്റഡ് റിസ്ക്. അതായത് IT റിലേറ്റഡ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത കൺട്രോൾസിനെയാണ് IT കൺട്രോൾസ് എന്ന് പറയുന്നത്. Objectives are they enable enterprise to achieve objectives. They help in mitigating risk. അതായത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി IT കൺട്രോൾസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. IT കൺട്രോൾസിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻഫർമേഷൻ ടെക്നോളജി ജനറൽ കൺട്രോൾസ് എന്നും ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്നും. ജനറൽ കൺട്രോൾസും ആപ്ലിക്കേഷൻ കൺട്രോൾസും ഇൻഫർമേഷൻ ടെക്നോളജി റിസ്ക് കുറയ്ക്കുന്നു. ഫസ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ജനറൽ കൺട്രോൾസ് ആണ്. ഓൾസോ നോൺ ആസ് ഇൻഫ്രാസ്ട്രക്ചർ കൺട്രോൾസ്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ സിസ്റ്റംസ്, കമ്പോണൻസ്, പ്രോസസ് എക്സെട്ര ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ സിസ്റ്റത്തിലും കമ്പോണൻസിലും പ്രോസസ്സിലും ഇത് അപ്ലൈ ചെയ്യുന്നു. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ജനറൽ കൺട്രോൾസ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി എന്ന് പറയുമ്പോൾ IT അസറ്റ്സുമായി പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽസിനെ ഗൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി എന്ന് പറയുന്നത്. സീനിയർ മാനേജ്മെൻ്റ് ആണ് സെക്യൂരിറ്റി പോളിസി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലാണെങ്കിൽ എംപ്ലോയീസ് ആയാലും മറ്റ് യൂസേഴ്സ് ആയാലും സെക്യൂരിറ്റി പ്രോട്ടോകോൾസും പ്രൊസീജിയേഴ്സും എല്ലാം കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എൻഷ്യൂർ ചെയ്യാൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി സഹായിക്കുന്നു. ബാങ്കിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റർപ്രൈസിൻ്റെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കുമുള്ള ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ, ആക്സസ് ആൻഡ് ഒതൻറ്റിക്കേഷൻ. യൂസേഴ്സിൻ്റെ ഒതൻറ്റിക്കേഷനും ഇൻഫർമേഷനും ആക്സസ് ചെയ്യാൻ വേണ്ടി ക്ലിയർലി ഡിഫൈൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് വേണം IT നിയന്ത്രിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ, ആക്സസ് ആൻഡ് ഒതൻറ്റിക്കേഷനിൽ പറയുന്നത്. സെപ്പറേഷൻ ഓഫ് കീ IT ഫംഗ്ഷൻ. IT സുരക്ഷിതമായി ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിന് IT വകുപ്പിനുള്ളിലെ വിവിധ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക IT ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് മൂലമുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ല എന്ന് ഉറപ്പാക്കുകയും വേണം. മാനേജ്മെൻറ്റ് ഓഫ് സിസ്റ്റം അക്വിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. കോർ ബാങ്കിങ് സൊല്യൂഷൻസിനായുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികസിപ്പിച്ചെടുത്തതും നടപ്പിലാക്കുകയും ചെയ്ത സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യേണ്ടതായി ഉണ്ട്. അടുത്തതാണ് ചേഞ്ച് ഇൻ മാനേജ്മെൻറ്റ്. ഡിപ്ലോയ് ചെയ്യുന്ന IT സൊല്യൂഷൻസും അതിൻ്റെ കമ്പോണൻസ് ആയാലും ടെക്നോളജി, ബിസിനസ് പ്രോസസ്, റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഇവ മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് അവയ്ക്കും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ബാങ്കിങ് സർവീസിൻ്റെ ലൈഫ് എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും ബിസിനസ് പ്രോസസ്സുകളായാലും ഇവയെല്ലാം ഉൾപ്പെടെ എല്ലാ പ്രധാന മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ എൻവയോൺമെൻറ്റിലേക്ക് സ്മൂത്ത് ട്രാൻസിഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് പ്രോസസ്സിലും മാറ്റം വരുത്തണം. ഈ മാറ്റം വരുത്തുന്നതിന് മുമ്പ് എല്ലാ മാറ്റങ്ങളും മാനേജ്മെൻറ്റ് ശരിയായി അംഗീകരിക്കുകയും വേണം. ഇതാണ് ചേഞ്ച് ഇൻ മാനേജ്മെൻറ്റിൽ പറയുന്നത്. ബാക്കപ്പ്, റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി. ബാക്കപ്പ്, റിക്കവറി, ഓഫ്സൈറ്റ് ഡാറ്റാ സെൻറ്റർ എന്നിവ ഉൾപ്പെടുന്ന ബിസിനസ് കണ്ടിന്യൂറ്റിയിലൂടെ ബാങ്കിങ് ഓപ്പറേഷൻസിൻ്റെ റെസിലിയൻസ് എൻഷ്യൂർ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്.
പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് ബാങ്കുകളുടെ ബിസിനസ് പ്രോസസ്സുകളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ ഉപയോഗിച്ച് വികസിപ്പിച്ചതും നടപ്പിലാക്കിയതുമായ ഈ സൊല്യൂഷൻസ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് ഡേറ്റ ഫയൽസ്. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഇൻഫോർമേഷൻ്റെ അവൈലബിലിറ്റി എന്നിവ ഉറപ്പുവരുത്തുന്നതിനാണ് സുരക്ഷ നടപ്പിലാക്കുന്നത്. ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ്റെ പ്രൊട്ടക്ഷനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ സ്റ്റേജിലും വിവരങ്ങളുടെ ആധികാരികത അല്ലെങ്കിൽ ഒതൻറ്റിസിറ്റി ഉറപ്പാക്കുന്നതിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ യൂസേഴ്സിന് ഇൻഫോർമേഷൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നതിനെയാണ് അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻറ്റ് റെസ്പോൺസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇൻ കേസ് IT പരാജയപ്പെട്ടാൽ വിവിധ ഇൻസിഡൻസ് ഉണ്ടായേക്കാം. മുൻകൂട്ടി നിർവചിച്ച പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഈ സംഭവങ്ങൾ ഉചിതമായ രീതിയിൽ പ്രതികരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൽ പറയുന്നത്. യൂസർ ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ഓപ്പറേഷൻസ് പേഴ്സണൽ. അതായത് ഇവിടെ പറയുന്നത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് IT എൻവയോൺമെൻറ്റ് പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള കോമ്പീറ്റൻസിയും സ്കില്ലും അത്യാവശ്യമാണെന്നാണ്. സോ ഇത്രയുമാണ് ജനറൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി പോളിസി, അഡ്മിനിസ്ട്രേഷൻ, ആക്സസ് ആൻഡ് ഒതൻറ്റിക്കേഷൻ, separation of key IT function, management of systems acquisition and implementation, change management, backup recovery and business continuity, proper development and implementation of application software, confidentiality, integrity and availability of software and data files, incident response and management, user training and qualification of operations personnel. അടുത്തതാണ് ആപ്ലിക്കേഷൻ കൺട്രോൾസ്. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് തടയുന്നതിനോ ശരിയാക്കുകയോ ചെയ്യുന്നതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷനിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങളെയാണ് ആപ്ലിക്കേഷൻ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഡേറ്റ എഡിറ്റ് ഓൺലി ഫോർ പെർമിസിബിൾ ഫീൽഡ്, സെപ്പറേഷൻ ഓഫ് ബിസിനസ് ഫംഗ്ഷൻ, ബാലൻസിംഗ് ഓഫ് പ്രോസസ്സിംഗ് ടോട്ടൽസ്, ട്രാൻസാക്ഷൻ ലോഗിംഗ്, ഇറർ റിപ്പോർട്ടിംഗ്, എക്സെപ്ഷൻ റിപ്പോർട്ടിംഗ്. അടുത്തതാണ് കീ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എഫക്റ്റീവ് IT കൺട്രോൾസ്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എബിലിറ്റി ടു എക്സിക്യൂട്ട് ആൻഡ് പ്ലാൻ ന്യൂ വർക്ക്, development projects that are delivered on time and within budget, ability to allocate resources predictably, consistent availability and reliability of IT services, clear communication to management, ability to protect from threat and vulnerabilities, efficient use of customer support desk, heightened security awareness. അതായത് പുതിയ വർക്ക് എക്സിക്യൂട്ടും പ്ലാൻ ചെയ്യാനുമുള്ള എബിലിറ്റി, തന്നിരിക്കുന്ന ബജറ്റിനും ടൈമിനുമുള്ളിൽ ഡെലിവർ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്, പ്രഡിക്റ്റബ്ലി റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, IT സർവീസസിൻ്റെ കൺസിസ്റ്റൻറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി, മാനേജ്മെൻറ്റുമായിട്ടുള്ള ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ത്രെട്ടിൽ നിന്നും വൾണറബിലിറ്റീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, കസ്റ്റമർ സപ്പോർട്ട് ഡെസ്കിൻ്റെ എഫിഷ്യൻറ്റ് യൂസ്, യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് സെക്യൂരിറ്റി അവയർനെസ് കൂട്ടുക. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് എഫക്റ്റീവ് IT കൺട്രോൾസിൻ്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. തുടർന്നും CA ഇൻ്റർമീഡിയറ്റ് സംബന്ധിച്ചുള്ള വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. താങ്ക്